+1 സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ വന്നിരിക്കുകയാണ് മക്കളെ. ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല, സ്കൂൾ മാറ്റം സാധ്യമാണോ, ജില്ലയ്ക്ക് പുറത്തേക്ക് സാധ്യമാണോ, ജില്ലയ്ക്കകത്തേക്കുള്ള സ്കൂൾ കോമ്പിനേഷൻ മാറ്റം സാധ്യമാണോ, ഇത് തുടങ്ങിയ നിരവധി സംശയങ്ങൾ ഒരൊറ്റ വീഡിയോയിൽ ക്ലിയർ ചെയ്യാണ്. അപ്പൊ ഇപ്പൊ വന്നിരിക്കുന്നത് ജില്ലാന്തര സ്കൂൾ കോഴ്സ് കോമ്പിനേഷൻ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ആണ്. ഓഗസ്റ്റ് 6 മുതൽ, അതായത് ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, അതാണ് ഒന്നാമത്തെ കാര്യം. അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷനിൽ സ്കൂൾ ലഭിച്ച, അതായത് നിങ്ങൾ ആദ്യ അലോട്ട്മെന്റിൽ പങ്കെടുത്തപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ വെച്ച സ്കൂളാണ് നിങ്ങൾക്ക് കിട്ടിയത്. നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെന്റിൽ അപ്ലൈ ചെയ്യാമോ? അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ കുട്ടികളാണെങ്കിൽ പോലും ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ അധിക സീറ്റ് സൃഷ്ടിച്ച് പ്രവേശനം നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക്, വിഭിന്ന ശേഷി വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറിൽ അപേക്ഷിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഒരു ജില്ലയിൽ പ്രവേശനം നേടിയ ശേഷം അവിടുന്ന് TC വാങ്ങി നിങ്ങൾ മറ്റൊരു ജില്ലയിലേക്ക് പോയി തിരിച്ച് അതേ ജില്ലയിലേക്ക് അപേക്ഷിക്കാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾക്ക് കോഴിക്കോട് കിട്ടി, എന്നിട്ട് നിങ്ങൾ ആ കോഴിക്കോട് നിന്ന് TC വാങ്ങി മലപ്പുറത്ത് കിട്ടിയപ്പോൾ അവിടേക്ക് പോയി. ഒന്നിലധികം ജില്ലകളിൽ അപേക്ഷിച്ച വിദ്യാർത്ഥികൾ കാണത്തില്ലേ? അപ്പൊ കോഴിക്കോട് നിന്ന് TC വാങ്ങി നിങ്ങൾ മലപ്പുറത്തേക്ക് പോയി. ഇപ്പൊ നടക്കുന്ന ജില്ലാന്തര ട്രാൻസ്ഫറിൽ ഒരിക്കലും നിങ്ങൾക്ക് കോഴിക്കോട് പോയി തിരിച്ച് TC വാങ്ങി ആ ജില്ലയിലേക്ക് ഇനി തിരിച്ചു പോകാനായിട്ട് പറ്റില്ല. കാര്യം ക്ലിയർ ആയാലോ? ഒന്നിലധികം ജില്ലകളിൽ അപേക്ഷ വിദ്യാർത്ഥിയാണെങ്കിൽ ഒരു ജില്ലയിൽ കിട്ടി, അവിടെ ചേർന്നു, മറ്റൊരു ജില്ലയിൽ കിട്ടിയപ്പോൾ ഈ ജില്ലയിൽ നിന്ന് TC വാങ്ങിയിട്ട് അടുത്ത ജില്ലയിലേക്ക് പോയി. ഈ TC വാങ്ങിയ സ്കൂൾ ഇരിക്കുന്ന ജില്ലയിലേക്ക് ഇനി നിങ്ങൾക്ക് വീണ്ടും ട്രാൻസ്ഫറിന് കൊടുക്കാൻ പറ്റില്ല. ആ ഒരു കാര്യം ഓർത്തു വെക്കുക. ഇനി ജില്ലയ്ക്കകത്തോ മറ്റ് ജില്ലയിലേക്കോ സ്കൂൾ മാറ്റത്തിനോ കോമ്പിനേഷൻ മാറ്റത്തോടെയുള്ള സ്കൂൾ മാറ്റത്തിനോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതായത് ഇപ്പൊ നിങ്ങൾ കോഴിക്കോട് ജില്ലയിലാണ്, നിങ്ങൾക്ക് മലപ്പുറത്തേക്ക് പോകണം, നിങ്ങൾക്ക് ആ ജില്ലയിലേക്ക് സ്കൂൾ മാറ്റത്തിന് കൊടുക്കാം, അല്ലെങ്കിൽ കോമ്പിനേഷൻ മാറ്റത്തിന് കൊടുക്കാം. ഇപ്പൊ നിങ്ങൾ കോഴിക്കോട് ജില്ലയിൽ സയൻസ് സ്ട്രീമിലാണ് പഠിക്കുന്നത്, നിങ്ങൾക്ക് മലപ്പുറം ജില്ലയിൽ കൊമേഴ്സിന് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാം. യാതൊരുവിധ പ്രോബ്ലവും ഇല്ല. നിങ്ങൾക്ക് കോഴ്സ് മാറ്റം സാധ്യമാണ്, ജില്ലയ്ക്ക് പുറത്തേക്കുള്ള മാറ്റം എല്ലാം സാധ്യമാണ്, ജില്ലയ്ക്ക് അകത്തേക്കും സാധ്യമാണ് കേട്ടോ. ഇപ്പൊ കോഴിക്കോട് ജില്ലയിലെ തന്നെ മറ്റൊരു സ്കൂളിലേക്ക് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. കോഴിക്കോട് ജില്ലയിൽ ഇപ്പൊ നിങ്ങൾ സയൻസ് സ്ട്രീമിലാണ് പഠിക്കുന്നത്, കൊമേഴ്സിലേക്ക് മാറണം, കൊടുക്കാം, യാതൊരുവിധ പ്രശ്നവുമില്ല. അപ്പോൾ കാൻഡിഡേറ്റ് ലോഗിനിൽ കയറുക, അപ്ലൈ ഫോർ സ്കൂൾ ഓർ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്നൊരു ലിങ്ക് കാണും. ആ ലിങ്കിലൂടെ ഓഗസ്റ്റ് 6 രാവിലെ 10 മണി മുതൽ ഓഗസ്റ്റ് 7 വൈകുന്നേരം 4 മണി വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. റെഡിയല്ലേ? അതേപോലെ പറയുന്നുണ്ട്, പ്രവേശനം നേടിയ സ്കൂളിൽ തന്നെ മറ്റൊരു കോമ്പിനേഷനിലേക്കോ, മറ്റൊരു സ്കൂളിലെ അതേ കോമ്പിനേഷനിലേക്കോ, മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോമ്പിനേഷനിലേക്കോ അപേക്ഷിക്കാം. അതായത് നിലവിൽ ഇപ്പൊ നിങ്ങൾ ഒരു സ്കൂളിൽ സയൻസ് പഠിക്കുക, അതേ സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് സ്കൂൾ മാറണ്ട, അതേ സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് കോമേഴ്സിലേക്ക് മാറാം. ഇനി നിങ്ങൾ ഇപ്പൊ നിലവിൽ ഒരു സ്കൂളിൽ സയൻസ് പഠിക്കുക, മറ്റൊരു സ്കൂളിൽ സയൻസിലേക്ക് മാറാം, ഒരു കുഴപ്പമില്ല. ഇനി നിങ്ങൾ നിലവിൽ ഒരു സ്കൂളിൽ സയൻസ് പഠിക്കുക, മറ്റൊരു സ്കൂളിൽ കൊമേഴ്സിലേക്ക് മാറണം, ഒരു കുഴപ്പമില്ല. അതായത് നിങ്ങൾക്ക് സ്കൂൾ മാറാം, കോമ്പിനേഷൻ മാറാം, ജില്ല മാറാം, എല്ലാം ഇതിൽ അവൈലബിൾ ആണ്. റെഡിയല്ലേ? അടുത്തത്, മാറ്റം ആവശ്യപ്പെടുന്ന സ്കൂളോ കോമ്പിനേഷനോ വിദ്യാർത്ഥി ആദ്യം സമർപ്പിച്ച അപേക്ഷയിൽ ഓപ്ഷനായി ആവശ്യപ്പെടണമെന്നില്ല. അതായത് നിങ്ങൾ ആദ്യം ഒരു അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തല്ലേ, നിലവിലൊരു 3 അലോട്ട്മെന്റ് പ്രോസസ്സ് നടന്നു, അതിൽ നിങ്ങൾ ഒരു സ്കൂൾ വെച്ചിട്ടില്ല, ആ സ്കൂളിൽ ഇപ്പൊ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കൊടുക്കണം, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷനുകളിൽ, അതായത് ആദ്യ അലോട്ട്മെന്റുകളിൽ കൊടുക്കാത്ത സ്കൂൾ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇപ്പോൾ ട്രാൻസ്ഫറിനായിട്ട് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. റെഡിയല്ലേ? ആൻഡ് മുൻഗണനാ ക്രമം നൽകണം. അതായത് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന, ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സ്കൂൾ ആയിരിക്കണം ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് കൊടുക്കേണ്ടത്. ദെൻ അടുത്ത സ്കൂൾ, ആ പ്രയോറിറ്റി ലിസ്റ്റ് എങ്ങനെയാണോ നമ്മൾ ആദ്യ അലോട്ട്മെന്റിന് ഒരു പ്രയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കിയത്, അതേപോലെ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ആയിരിക്കണം നിങ്ങൾ തയ്യാറാക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്കൂൾ മാറ്റം ലഭിച്ചാൽ നിർബന്ധമായും പുതിയ സ്കൂളിലേക്ക് മാറണം. അതുകൊണ്ട് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന സ്കൂൾ മാത്രമേ നിങ്ങൾ കൊടുക്കാനായിട്ട് പാടുള്ളൂ. അതായത് ഇപ്പൊ നിങ്ങൾ ട്രാൻസ്ഫറിന് കൊടുത്തു, ആ സ്കൂളിൽ കിട്ടി, നിങ്ങൾക്ക് പോകാൻ താല്പര്യമില്ല, ഇപ്പൊ പഠിക്കുന്ന സ്കൂൾ തന്നെ ഇഷ്ടം, പറ്റുമോ? ഇല്ല. നിർബന്ധമായിട്ടും പുതുതായിട്ട് അഡ്മിഷൻ ലഭിക്കുന്നിടത്ത് പോകണം. അതുകൊണ്ട് ഒരിക്കലും ആവശ്യമില്ലാത്ത, ഇഷ്ടമില്ലാത്ത ഒരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ കൊടുക്കരുത്, ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യരുത്. റെഡിയല്ലേ? ആൻഡ് പ്രത്യേകം പറയുന്നുണ്ട്, ഇപ്പൊ വേക്കൻസി ലിസ്റ്റ്, ഒഴിവുള്ള ലിസ്റ്റ് വരുമ്പോൾ ഒരു സ്കൂളിൽ ചിലപ്പോൾ വേക്കൻസി കാണത്തില്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കൂളിൽ ചിലപ്പോൾ വേക്കൻസി കാണത്തില്ല, എന്നാൽ പോലും നിങ്ങളുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ നിങ്ങൾക്ക് ആ സ്കൂൾ കൊടുക്കാം. ആ സ്കൂളിൽ 50 സീറ്റാണ്, 50 സീറ്റും ഫില്ല, എന്നാലും കുഴപ്പമില്ല, നിങ്ങളുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ആ സ്കൂൾ ഉൾപ്പെടുത്താം. കാരണം ട്രാൻസ്ഫറിൽ അവിടെയുള്ള ഏതെങ്കിലും ഒരു കുട്ടി വേറൊരു സ്കൂളിലേക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒഴിവ് വരും. അതായത് ഇപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കൂളിൽ 50 സീറ്റാണെന്ന് കരുതിക്കോ, 50 സീറ്റും ഫിൽഡ് ആണ്,
അപ്പൊ വേക്കൻസി ലിസ്റ്റിൽ ഈ സ്കൂൾ ഇല്ല. ഓക്കെ, ഒഴിവിന്റെ ലിസ്റ്റിൽ ഈ സ്കൂൾ ഇല്ല. പക്ഷേ എന്നാൽ പോലും ഈ സ്കൂൾ മക്കൾക്ക് ഓപ്ഷൻ ആയിട്ട് കൊടുക്കാം. കാരണം ഇവിടുന്ന് ഏതെങ്കിലും ഒരു കുട്ടി ട്രാൻസ്ഫർ വാങ്ങി പോയാൽ ഇവിടെ ഒരു സീറ്റ് ബാക്കി വരും അല്ലെ, അല്ലെങ്കിൽ 2 കുട്ടികൾ പോയാൽ 2 സീറ്റ് ഒഴിവ് വരും. ആ സീറ്റ് ഇപ്പോൾ വന്ന വേക്കൻസി ലിസ്റ്റിൽ കാണണമെന്നില്ല. ആ കുട്ടിയും ചിലപ്പോൾ ട്രാൻസ്ഫറിന് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, ഏതൊക്കെ സ്കൂളാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത്രയും സ്കൂൾ കൊടുക്കാം. വേക്കൻസി ലിസ്റ്റിൽ ആ സ്കൂൾ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾ ആ സ്കൂളിൽ സീറ്റ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്കൂള് ചൂസ് ചെയ്യാം. റെഡി അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ വേക്കൻസി ലിസ്റ്റിൽ ഇല്ലാത്ത സ്കൂളിലേക്ക് പോലും അപേക്ഷിക്കാം. റെഡി? ദെൻ ജില്ലയ്ക്ക് പുറമെ അപേക്ഷിക്കാം എന്നതിനാൽ അപേക്ഷയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഓപ്ഷനുകളിൽ സ്കൂളിന്റെ പേര്, കോഴ്സ് കോഡ് എല്ലാം ഒരിക്കൽ കൂടി പരിശോധിച്ച് ഉറപ്പാക്കിയിട്ട് കൃത്യമായിട്ടുള്ള സ്കൂൾ കോഡും കോഴ്സ് കോഡും മുൻഗണനാ ക്രമം അനുസരിച്ച് നിങ്ങൾ കൊടുക്കണം. പ്രയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കണം. നിങ്ങൾക്ക് വേണ്ട സ്കൂളുകൾ തന്നെ ആദ്യം കൊടുക്കുക. ആ ഒരു ഓർഡർ കറക്റ്റ് ആയിരിക്കണം. റെഡി അല്ലേ? അപ്പൊ ജില്ലയ്ക്ക് പുറത്തേക്ക് മാറാം. ഇപ്പൊ കോഴിക്കോടുള്ള ഒരു കുട്ടിക്ക് മലപ്പുറത്തേക്ക് മാറാം. കോഴിക്കോടുള്ള ഒരു കുട്ടിക്ക് കോഴിക്കോട്ടിലെ തന്നെ മറ്റൊരു സ്കൂളിലേക്ക് മാറാം. കോഴിക്കോടുള്ള കുട്ടിക്ക് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ട്രീം സയൻസ് ആണെങ്കിൽ കൊമേഴ്സിലേക്ക് തന്നെ മാറാം, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസിലേക്ക് മാറാം. ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ സയൻസിലേക്ക് ട്രാൻസ്ഫർ കൊടുക്കാം. റെഡി അല്ലേ? ഇനി സ്കൂള് മാറാം, കോഴ്സ് മാറാം, ജില്ല മാറാം, എല്ലാം സാധ്യമാണ്. നിലവിൽ പഠിക്കുന്ന അതേ സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്ക് കൊടുക്കാം. അത് നിലവിൽ ഒരു സ്കൂളിൽ ഹ്യൂമാനിറ്റീസ് പഠിക്കുക, അതേ സ്കൂളിൽ തന്നെ സയൻസിന് കൊടുക്കാം. എല്ലാം സാധ്യമാണ്. ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ കുട്ടികൾക്ക് പോലും ഇപ്പൊ നിങ്ങൾ മെറിറ്റ് കോട്ടയിലോ സ്പോർട്സ് കോട്ടയിലോ ഏതിലെങ്കിലും ഫസ്റ്റ് ഓപ്ഷൻ ആണോ ഏതിലെങ്കിലും കയറിയതായിക്കോട്ടെ, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. റെഡി അല്ലേ? ഓക്കെ അല്ലേ കുഞ്ഞുങ്ങളെ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.